നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ല ലഹരി മാഫിയയുടെ ഹബ്ബായി മാറുന്നു. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘാംഗമായ ബംഗാൾ സ്വദേശിയെ 3.5 കിലോ കഞ്ചാവുമായി പന്തളത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നു. കഞ്ചാവും മറ്റുമായി നിരവധി പേർ അറസ്റ്റിലാവുന്നത് ലഹരി മാഫിയ വ്യാപകമായതിന്റെ ഫലമാണ്. കഴിഞ്ഞ ദിവസം പന്തളത്തും പരിസര പ്രദേശങ്ങളിലും വൻതോതിൽ കഞ്ചാവ് വിറ്റഴിച്ചിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി കാശിനാഥ് മൊഹന്തിനെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 3.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 56-കാരനായ ഇയാൾ ലഹരി മാഫിയയുടെ മുഖ്യ കണ്ണികളിൽ ഒരാളാണ്. കോടതിയിൽ ഹാജരാക്കിയ കാശിനാഥിനെ റിമാൻഡ് ചെയ്തു. ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ്. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളും സ്കൂൾ പരിസരങ്ങൾ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിവരുന്ന നിരീക്ഷണത്തിന്റെ ഫലമാണ് പ്രതി പിടിയിലായത്. 2 മാസം ഇടവിട്ട് നാട്ടിലേക്ക് പോകുന്ന ഇയാൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കും വൻവിലയ്ക്ക് വിറ്റുവരികയായിരുന്നു. ലഹരി സംഘങ്ങൾക്കും ഇടപാടുകാർക്കുമിടയിൽ ബാബ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. സംഘത്തിലെ മറ്റു കൂട്ടാളികളെയും ഇവർക്ക് സഹായികളായ പ്രദേശവാസികളെയും കുറിച്ചുമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് ചീഫ് എസ് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലുമായിരുന്നു അന്വേഷണം. പന്തളം SHO TD പ്രജീഷ്, സബ് ഇൻസ്പെക്ടർമാരായ അനീഷ് എബ്രഹാം, അർവിൻ കുമാർ AS, IB ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സാഹസികമായാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പന്തളം.